എല്ലാവർക്കും അച്ചക്കല്ല കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നൊരു കടും പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. നെയ് പായസം, അരവണ പായസം, അതിന് പല പേരിലും അറിയപ്പെടാറുള്ളതാണ്. അമ്പലങ്ങളിൽ നിന്നാണ് നമ്മൾ സാധാരണ കഴിക്കാറുള്ളത്. നമുക്ക് അതിനായിട്ട് ഒരു 100 ഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ 4 ഇരട്ടി ശർക്കരയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. കറുത്ത ശർക്കര നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിൽ 300 ഗ്രാം കറുത്ത ശർക്കര ഉള്ളായിരുന്നു. കളർ കുറഞ്ഞ ശർക്കരയാണ് 100 ഗ്രാം എടുത്തിരിക്കുന്നത്. അരി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് കോക്കനട്ട് പീസ് ചെയ്തത് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായി പീസ് ചെയ്തതാണ്. നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി കറുത്ത മുന്തിരിയും കൽക്കണ്ടവും എടുത്തിട്ടുണ്ട്. നെയ്യും നമുക്ക് ആവശ്യമാണ്. നെയ്യ് പായസം എന്നാണ് പറയുന്നത്. കുറച്ച് നെയ്യ് കൂടുതൽ തന്നെ വേണം. നമുക്കൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പിങ്ക് റൈസ് അല്ലെങ്കിൽ കേരള പായസം റൈസ് ഇങ്ങനെ പറഞ്ഞ് ഓൺലൈനിലും വാങ്ങാൻ കിട്ടുന്നതാണ്. എല്ലാ കടകളിലും കിട്ടും. കേരള സ്റ്റോറുകളിലും ഇത് കിട്ടുന്നതാണ്. റോ റൈസ് ആണ്. ഈ റൈസ് കയ്യിലില്ലെങ്കിൽ നമ്മുടെ പച്ചരി കൊണ്ടും ഇത് തയ്യാറാക്കാവുന്നതാണ്. അരി നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം. വെന്ത് വരുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം വീണ്ടും കുറയുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം. നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അത്രയും വേവ് തന്നെ ഇതിന് വേണം. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഇതങ്ങ് കട്ടിയാവും. അതുകൊണ്ട് നമുക്കിത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യവുമില്ല. ഇപ്പം നമ്മൾ അരവണ പായസം നമ്മൾ അമ്പലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ശബരിമലയിൽ നിന്നൊക്കെ കിട്ടുന്ന പായസം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആ രീതിയിലല്ല, കുറച്ചും കൂടി ഒന്ന് വേവിച്ചാണ് നമ്മളിത് എടുക്കുന്നത്. നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് ശർക്കരയും നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഉരുക്കി എടുത്തിരുന്നു. നമ്മൾ ആ സ്റ്റൗവിൽ തന്നെ നമുക്ക് നമ്മുടെ കോക്കനട്ട് കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് കോക്കനട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അരി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പയിലൂടെ അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടും. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് കുറുകിയാണ്, നല്ല തിക്കായിട്ടാണ് നമുക്ക് ഈ പായസം എടുക്കേണ്ടത്. നല്ല കറുത്ത ശർക്കര നോക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് വേണം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ. ഈ സമയത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതിനുശേഷം മാത്രമേ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ലൊരു തിളക്കമൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്കിതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ നെയ്യൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത ബാച്ച് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി ഒന്ന് പായസം ഒന്ന് തിക്കായി വരും. ഇപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അറിയാം ഈ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടുകം കൊണ്ടിങ്ങനെ ഒന്ന് ഇളക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ കൂടി വരാറില്ല. അപ്പോൾ 2 സൈഡിലായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇപ്പം ബാക്കിയുള്ള നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. നിവേദ്യമായിട്ട് അല്ലാതെയും നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കോക്കനട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കഴിച്ച് ബാക്കി വരികയാണെങ്കിൽ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് പുറത്ത് തന്നെ വെച്ചിരുന്ന് നമുക്കത് കഴിക്കാവുന്നതാണ്. നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഉണക്കമുന്തിരിയും കൽക്കണ്ടവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ കടും പായസം തയ്യാറാക്കാവുന്നതാണ്. നവമിയും വിജയദശമിയും ഒക്കെ വരുവാണ്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ.
കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്. നിവേദ്യമല്ലാതെ കുട്ടികൾക്കൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്